വൻ വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് വായ്പയായി നൽകുന്ന 817 കോടി രൂപയുടെ VGF കരാർ ഒപ്പിട്ടു. 2 കരാറുകളിലാണ് കേരളത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പിട്ടത്. അതേസമയം ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്ന് വിഴിഞ്ഞം തുറമുഖത്ത് എത്തി. MSCയുടെ ഭീമൻ കപ്പലായ തുർക്കിയാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറും തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ 20% ലാഭവിഹിതം കേന്ദ്ര സർക്കാരുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിലുമാണ് ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമയം ലഭിക്കുന്നതനുസരിച്ച് ഉടൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നടത്തുമെന്ന് മന്ത്രി VN വാസവൻ വിമർശിച്ചു. VGF തുക വായ്പയായി അനുവദിച്ച കേന്ദ്ര നിലപാടിനെ ഇന്നും സംസ്ഥാനം വിമർശിച്ചു. സാധാരണഗതിയിൽ ഇത്തരം പദ്ധതികൾക്ക് ഗ്രാന്റായാണ് VGF നൽകാറുള്ളതെന്നും കേന്ദ്രത്തോട് കേരളം ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും ഇനിയും കാത്തുനിന്ന് സമയം കളയാനില്ലാത്തതുകൊണ്ടാണ് കരാർ ഒപ്പിടുന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. VGF കരാറിൽ ഒപ്പിട്ടത് ചരിത്ര മുഹൂർത്തമാണെന്നും മന്ത്രി പ്രതികരിച്ചു. റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി എന്നിവയ്ക്ക് വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ നടന്നുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം കിട്ടുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. 2028ഓടെ റോഡ്, റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാകും. അപ്പോഴാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർണ്ണമായും ലക്ഷ്യത്തിലെത്തുക. ലോകഭൂപടത്തിന്റെ ഉന്നതങ്ങളിൽ ഇതിനോടകം വിഴിഞ്ഞമെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ഉന്നതമായ വികസന വീക്ഷണങ്ങളിലെ മുന്നേറ്റമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് നമുക്കറിയാം. അതിൻ്റെ 1ാം ഘട്ടം നമ്മൾ പൂർത്തീകരിച്ച് ഡിസംബർ 3 യഥാർത്ഥത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുകയുണ്ടായി. ട്രയൽ റൺ വളരെ വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമുള്ള സന്ദർഭങ്ങളിലും ഏതാണ്ട് 250-ൽ പരം ഷിപ്പുകൾ വന്ന് 6 ലക്ഷത്തിനടുത്ത് TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ മാറിക്കഴിഞ്ഞപ്പോൾ ലോകഭൂപടത്തിൽ തന്നെ MSCയുടെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യം നാം തിരിച്ചറിഞ്ഞു. സാൻ ഫെർണാണ്ടോ ആയിരുന്നു ആദ്യം ഇവിടെ എത്തിച്ചേർന്ന ഷിപ്പ്. ഇപ്പോൾ അത് ഏറ്റവും വിജയകരമായി നമ്മുടെ ട്രയൽ റൺ പൂർത്തീകരിച്ചു. അതിനുശേഷമുള്ള നമ്മുടെ തുടർന്നുള്ള വ്യാപാര മേഖലയിലെ പ്രവൃത്തികളും ചരക്ക് ഗതാഗത രംഗത്തെ പ്രവർത്തനങ്ങളും സുഗമമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ പ്രധാനമന്ത്രി നമുക്ക് ഡേറ്റ് തരുന്നതനുസരിച്ച് കമ്മീഷൻ ചെയ്യുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അടുത്ത നാളിൽ ഡേറ്റ് തരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡേറ്റ് തരുന്ന ആ ദിവസത്തിൽ കമ്മീഷൻ ചെയ്യുന്ന സാഹചര്യം സംജാതമാണ്. അതിനു മുമ്പ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമുക്ക് ലഭിക്കേണ്ട VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. ആ ഗ്യാപ്പ് ഫണ്ട് കിട്ടേണ്ടത് 817.80 കോടി രൂപയാണ്. സാധാരണഗതിയിൽ പൊതുവിൽ രാജ്യത്ത് ഇത്തരം പ്രോജക്റ്റുകൾക്ക് യൂണിയൻ ഗവൺമെൻറ് നൽകാറുള്ള VGF ഗ്രാൻഡായിട്ടാണ് ഇതുവരെ പൊതുവിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള തൂത്തുക്കുടി അടക്കമുള്ള തുറമുഖങ്ങളുടെ പ്രോജക്റ്റുകൾക്കും അത്തരം ഒരു സമീപനമായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അറിയിച്ചത് അത് ഗ്രാൻഡല്ല, ലോണായി മാത്രമേ തരാൻ കഴിയൂ എന്ന കാര്യം നമ്മളയച്ച കത്തിന് മറുപടിയായി തന്നിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിക്ക് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അത് ഗ്രാൻഡായി അനുവദിക്കണം എന്ന ആശയവിനിമയം നടത്തുകയുണ്ടായി. പക്ഷേ ഇനി നമ്മളത് കാത്തുനിന്ന് സമയം മുന്നോട്ട് പോകാതിരിക്കാൻ 2, 3, 4 ഘട്ടങ്ങൾ 2028 പൂർത്തീകരിച്ച് ഈ തുറമുഖം നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കരാറുകൾ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള എൻവയോൺമെൻറ്റ് അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി.
തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് BGF നമ്മൾ കൊടുത്തേ മതിയാവും. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി കാലതാമസം വരുത്താതെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് അതോടൊപ്പം തന്നെ ഷെയർ ലിങ്കിങ്ങിലേക്കും വന്ന് നമ്മൾ ഈ പ്രോജക്റ്റ് എത്രയും വേഗം സാധ്യമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന ക്യാബിനറ്റ് കഴിഞ്ഞ മാസത്തിൽ തീരുമാനമെടുത്തു ഈ VGFൽ ഒപ്പിട്ട് അടിയന്തരമായി നമ്മൾ ഈ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് BGF വാങ്ങാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖർ ബൽദേവ് IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി നമ്മുടെ ബഹുമാന്യായ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇപ്പോൾ ചടങ്ങിൽ എത്തിച്ചേർന്ന് നമ്മൾ ക്യാബിനറ്റ് തീരുമാനിച്ചതനുസരിച്ച് തന്നെ ആ കരാറിൽ ഒപ്പിടുന്ന ധന്യമുഹൂർത്തമാണ് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഇവിടെ നടന്നിട്ടുള്ളത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. അനന്തപുരിയിൽ നടന്ന ചരിത്രപ്രധാനമായ ഈ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കൽ, അതുവഴി BGF ഇപ്പോൾ 817.80 കോടി രൂപ അനുവദിക്കൽ, തുടർന്ന് ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകൽ അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒപ്പം ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്ന രംഗത്ത് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മുടക്കേണ്ട മുഴുവൻ പണവും മുടക്കി, ഒപ്പം അദാനിയുമായി ബന്ധപ്പെട്ട കരാറുകൾ പൂർണ്ണമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന പൊതു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭാവി പ്രവർത്തനങ്ങളിലും ഇനി നമുക്കങ്ങോട്ട് മുന്നോട്ട് വരേണ്ട റോഡ് കണക്ടിവിറ്റിയുണ്ട്, റെയിൽവേ കണക്ടിവിറ്റിയുണ്ട്. കാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10.7 കിലോമീറ്റർ വരുന്ന റെയിൽവേ കണക്ടിവിറ്റി, 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്.